നമശിവായ പിരിച്ച് ഒരാഭിചാര കർമ്മം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് സാക്ഷാൽ ശിവൻ വിചാരിച്ചാൽ മാത്രമേ മാറൂ. പക്ഷേ അത് നടക്കുന്ന കാര്യവുമല്ല. ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് ആചാര്യന്മാരെ കണ്ടു. ആ ആചാര്യന്മാരൊന്നും ശരിയല്ല. ഹൈന്ദവത്തിൻ്റെയോ അല്ലെങ്കിൽ മാന്ത്രിക പൂജ താന്ത്രിക രീതികളുടെയോ കുഴപ്പമല്ല. മന്ത്രങ്ങൾ എന്താണെന്നും പൂജാ രീതികൾ എന്താണെന്നും നമ്മൾ സാധാരണക്കാർ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ നമശിവായ 5 അക്ഷരങ്ങൾ അതിനെ 5ആയി പിരിക്കുന്നുണ്ട്. നമശിവായ പിരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൻ്റെ പടിക്ക് നേരെ ചെല്ലരുത് എന്ന് പറഞ്ഞാൽ അവനെ ശത്രുവാക്കരുത്. നമ്മൾ നിൽക്കുന്ന ദുരിതം ഈ കർമ്മിയേക്കാൾ മുകളിലാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ദുരിതം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല ഇത് മാറാത്തത്. നമുക്ക് ചെറിയ തുകയ്ക്ക് അല്ലെങ്കിൽ ചെറിയൊരു 200 രൂപ 300 രൂപ 400 രൂപ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊക്കെ തീരുമെന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അല്ലാതെ ഈ ചെറിയ ടിപ്പ് അവിടെയും ഇവിടെയും കണ്ടു കഴിഞ്ഞാൽ റീൽസിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ ദുരിതങ്ങളുള്ളവർ അതിൻ്റെ പുറകെ പോകരുത്. ശിവപഞ്ചാക്ഷരി പിരിക്കാൻ അറിയുന്നത് വളരെ വലിയ കാര്യമാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ചാനലിൻ്റെ ടീം തന്നെ പലരുമായിട്ട് ഇൻ്റർവ്യൂ നടത്തി ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. മനസ്സിലാ ഒരുപാട് ചെറിയ ടിപ്പ് ഒരുപാട് ജ്യോതിഷന്മാരും മാന്ത്രികന്മാരും തന്ത്രികളും കുഞ്ഞു ടിപ്പുകൾ പറയുന്നുണ്ട്. ഇത് പലരും ഇതിനെക്കുറിച്ച് ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പം ചെറിയ നാണയങ്ങൾ ഒഴിയുക അങ്ങനെയുള്ള കുഞ്ഞു ടിപ്പുകൾ പറയുന്നുണ്ട്. അത് പലരും ചെയ്യുന്നുണ്ട്. ഒരു 20% പേർക്ക് കാര്യങ്ങൾ നടക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം ആ ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊന്നും നടക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഈ ഹൈന്ദവ ആരാധനാ രീതിയിലെ പുറകോട്ട് പോക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ കുഴപ്പമാണ് ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഹൈന്ദവത്തിൻ്റെയോ അല്ലെങ്കിൽ മാന്ത്രിക പൂജ താന്ത്രിക രീതികളുടെയോ കുഴപ്പമല്ല. ഒരാൾ ഒരു ദുരിതമുള്ള ഒരാൾ അല്ലെങ്കിൽ ദുരിത സമ്പ്രദായത്തിൽ നിൽക്കുന്ന ഒരാൾ ആരായിക്കോട്ടെ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ ഏതാണെങ്കിലും ഇതുപോലെയുള്ള കുഞ്ഞു സമ്പ്രദായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു മാറ്റവും ഉണ്ടാവില്ല. ഒരു ചെറിയ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം പോലെ ഉള്ളിൽ ഫീൽ ചെയ്യും എന്നുള്ളതല്ലാതെ ഒരു മാറ്റവും ഉണ്ടാവില്ല. അതിന് കാരണം നിങ്ങളത് ആദ്യം മനസ്സിലാക്കേണ്ടത് മന്ത്രങ്ങൾ എന്താണെന്നും പൂജാ രീതികൾ എന്താണെന്നും അതിൻ്റെ ഒരു വലിയ വശം നമ്മൾ സാധാരണക്കാർ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ശിവനിൽ നിന്ന് തന്നെ തുടങ്ങാം. ശിവൻ്റെ ഒരു മന്ത്രം നമശിവായ. അപ്പോൾ എല്ലാവരും ജപിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. എല്ലാവരും ജപിക്കുന്ന മന്ത്രമാണ് നമശിവായ. നമശിവായ എല്ലാവരും ഈ കേരളത്തിലല്ല ഇന്ത്യയിലല്ല ഹൈന്ദവ സമ്പ്രദായം ഫോളോ ചെയ്യുന്നവരെല്ലാവരും ശിവനെ പൂജിക്കുകയും ശിവനെ തൊടാതെ പോകുന്ന ഒരു രീതികളുമില്ല. അപ്പോൾ നമ്മൾ നമശിവായ എന്നുള്ള മന്ത്രം എടുത്തു കഴിഞ്ഞാൽ ഈ നമശിവായ 5 അക്ഷരങ്ങൾ അതിനെ 5ആയി പിരിക്കുന്നുണ്ട്. അതിന് വശ്യം, മോഹനം, സ്തംഭനം, ഉച്ചാടനം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത് 5 തരത്തിൽ 5 രീതിയിൽ ഈ നമശിവായ ഇതിനെ ഓരോ അക്ഷരങ്ങളും പിരിക്കുന്നുണ്ട്. അത് ആകർഷണമായിട്ട്, മോഹനമായിട്ട്, സ്തംഭനമായിട്ട്, വശീകരണമായിട്ട്, ഉച്ചാടനമായിട്ട് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അത് വെറും ഒരു നമശിവായ എന്നുള്ളൊരു മന്ത്രമാണ്. ഈ മന്ത്രം നമശിവായ പിരിക്കാൻ അറിയുന്ന ആളിൻ്റെ വീട്ടിൻ്റെ പടിക്ക് നേരെ ചെല്ലരുത് എന്നാണ് മാന്ത്രികത്തിൽ പറയുന്നത്. നമശിവായ പിരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൻ്റെ പടിക്ക് നേരെ ചെല്ലരുത് എന്ന് പറഞ്ഞാൽ അവനെ ശത്രുവാക്കരുത്, അവൻ്റെ ആ ഭാഗത്തേക്ക് ശത്രുവാക്കി ചെല്ലരുത് എന്നുള്ളതാണ്. നമശിവായ കൊണ്ട് ഈ നമശിവായയുടെ മന്ത്രങ്ങൾ കൊണ്ട് നമശിവായ പിരിച്ച് ഒരു ആഭിചാര കർമ്മം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് സാക്ഷാൽ ശിവൻ വിചാരിച്ചാൽ മാത്രമേ മാറൂ. പക്ഷേ അത് നടക്കുന്ന കാര്യവുമല്ല. ഈ 5 സ്വരൂപത്തിലുള്ള ദേവത ശിവൻ തന്നെയാണെങ്കിലും 5 രീതിക്കാണ്. അതിൽ ഒരു ചെറിയ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. നമശിവായ എന്നുള്ള ഇതിനെ പിരിച്ചിരിക്കുന്നത് യമവനശി ശിയമവന നശിയമവ എന്ന് ഈ നമശിവായ തന്നെ ഒരു പിരിവാണ് ഞാനീ പറയുന്നത്.
ഇത് നമശിവായ ആകർഷണത്തിൽപ്പെട്ടൊരു പിരിവാണ്. അപ്പോൾ ഈ പിരിവ് അപ്പോൾ സദാശിവ രുദ്രോ ദേവതയാണ്. അപ്പോൾ അവിടെ സദാശിവ രുദ്രനാണ് ദേവത. അപ്പോൾ ഇതിന് സ്തംഭനമുണ്ട്, ഇങ്ങനെ പല കർമ്മങ്ങളുണ്ട്. അപ്പം ഈ കർമ്മങ്ങൾ എടുത്തു വെച്ച് ഒരാൾ ആഭിചാരം ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറില്ല, ഇതിന് പ്രതിവിധിയില്ല എന്നുള്ളതാണ്. ശിവനെ ആശ്രയിക്കാം എന്നുള്ളതല്ലാതെ ഇതിന് പ്രതിവിധി ഇത് മാറില്ല. ഒരു സാധാരണ ഒരു കർമ്മി മാറില്ല. അപ്പോൾ ഒരുപാട് ചെയ്താൽ മാറില്ല. ഒരുപാട് ദുരിതം ഉള്ള ഒരാളാണ് എന്നും വിഷയങ്ങളിൽ നിന്ന് വിഷയങ്ങളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം ബാക്കിലോട്ട് പോകുന്നത്, അവൻ്റെ ധനസംബന്ധമായ ദുരിതം വരുന്നത്, അവൻ്റെ ജീവിതം തകർന്ന് താറുമാറാകുന്നത് ഇതുപോലെയുള്ള ദുരിതങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുവിനെ കൊണ്ടുള്ള ആഭിചാര പ്രവൃത്തികൾ കൊണ്ടാണ്. അപ്പോൾ ഇതിന് നമ്മളൊരു ചെറിയ നാരങ്ങ തലയ്ക്കൊഴിഞ്ഞ് വെക്കുക, അല്ലെങ്കിൽ നാരങ്ങ ഒരു ഗ്ലാസ്സിലിട്ട് വീട്ട് വെക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഏതൊരു ഗുണവും ഉള്ളതല്ല, ഒരു ഗുണവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇതിന് വേണ്ടത് വലിയ കർമ്മങ്ങൾ തന്നെ ചെയ്യേണ്ട അവസ്ഥ വരും. ആ അവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ ഈ ദുരിതങ്ങൾ തീരും. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ ചെന്നാലും ചെറിയ സംവിധാനം ചെയ്യൂ, ചെറിയ രീതികൾ ചെയ്യൂ, അത് മാറും ഇത് മാറും എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. അപ്പോൾ നമുക്കൊരു ദുരിതം വരികയാണ് എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ നമ്മളതൊരു നല്ല കർമ്മിയെ കണ്ടെത്തി, നല്ല രീതികൾ കണ്ടെത്തി അതിനെ ആവാഹിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ദുരിതം മാറ്റുകയാണ് ചെയ്യേണ്ടത്. അത് കൃത്യമായി ക്ഷേത്രദർശനം വേണം. നമ്മളോടൊപ്പം നിൽക്കുന്ന ഈ ദുരിതകലയെ ആവാഹിച്ച് മാറ്റാൻ കഴിവുള്ള, കെൽപ്പുള്ള, ഇതിനേക്കാൾ ഈ ദുരിതകലയേക്കാൾ ചൈതന്യമുള്ള, ശക്തിയുള്ള ഒരു ദേവതാ ചൈതന്യം, ഒരു പോസിറ്റീവ് എനർജിക്ക് മാത്രമേ ഈ ദുരിതകലയെ ആവാഹിക്കാൻ കഴിയൂ. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു കർമ്മിയിലടുത്ത് നമ്മൾ ചെന്നു ചെയ്തു, അല്ലെങ്കിൽ ഒരു കർമ്മി ചെയ്തു, അത് മാറിയില്ല എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ നിൽക്കുന്ന ദുരിതം ഈ കർമ്മിയേക്കാൾ, കർമ്മിയുടെ ഉപാസനാ ശക്തിയേക്കാൾ മുകളിലാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ദുരിതം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല ഇത് മാറാത്തത്. അദ്ദേഹത്തിന് പറ്റാത്ത, അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി കൊണ്ട് കഴിയാത്ത ദുരിതമാണ് നമ്മൾക്ക് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരാളെ കണ്ടെത്തുക തന്നെ വേണം. അതിലാണ് ഒന്ന് ചെയ്തു, ആ ദുരിതം മാറുന്നില്ല, അടുത്തുള്ള നല്ല 1, 2, 3 ആൾക്കാരെ കണ്ടെത്തി നമ്മളിത് മാറ്റാൻ ശ്രമിച്ച് ദുരിതം ആവാഹിച്ച്, അല്ലെങ്കിൽ അതാത് കർമ്മികളാണ് തീരുമാനിക്കുന്നത്, ധനം നോക്കാതെ ആവാഹിച്ച് മാറ്റി കാര്യങ്ങളിലേക്ക് എത്തിക്കണം. അതിനകത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ചെറിയ തുകയ്ക്ക്, അല്ലെങ്കിൽ ചെറിയൊരു 200 രൂപ, 300 രൂപ, 400 രൂപ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊക്കെ തീരുമെന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഒരു യഥാർത്ഥ പശുവിൻ നെയ്യ്, നമ്മളൊരു പശുവിൻ നെയ്യ്, ഒരു നാടൻ പശുവിൻ്റെ നെയ്ക്ക് തന്നെ 2000-ന് പുറത്ത് വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലുള്ള പല സാധനങ്ങൾ കളക്ട് ചെയ്ത് ഈ നിൽക്കുന്ന ദുരിതത്തിനെ ഈ ദുരിതത്തെക്കാൾ ഇരട്ടി പോസിറ്റീവ് ചൈതന്യം അവിടെ കൊണ്ടുവന്ന് അതിൽ നിന്ന് ആവാഹിച്ച് മാറ്റിയാൽ മാത്രമേ ഈ ദുരിതം മാറും. അപ്പോൾ ഇതൊരു ഒരു ഹൈന്ദവത്തിൻ്റെ തെറ്റല്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ശിവപഞ്ചാക്ഷരി പറഞ്ഞൊരു മന്ത്രം, അത്രത്തോളം വളരെ പവർഫുള്ളായ മന്ത്രമാണ് ഈ ശിവപഞ്ചാക്ഷരി മന്ത്രങ്ങളൊക്കെ. അപ്പോൾ ഈ മന്ത്രത്തിനെ തന്നെ പിരിച്ചു ചെയ്യാൻ കഴിയുന്ന ഒരാളിനെ കൊണ്ട് അത് ബാക്കി കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലാത്തൊരാൾക്ക് ഇത് കഴിയില്ല. അത് നമ്മളിത് ശിവപഞ്ചാക്ഷരി എടുത്തത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാത്ത ഒരാൾക്ക് ഇതെടുക്കാനോ ഈ കാര്യങ്ങൾ ചെയ്യാനോ ഇതിനൊന്നും അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ട ദേവത, കണ്ടെത്തേണ്ട ഉപാസകൻ, ഇതെല്ലാം നമ്മൾ വളരെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഉപാസനാ രീതി, ഉപാസകൻ്റെ രീതികൾ, ഇതെല്ലാം നമ്മൾ വളരെ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അല്ലാതെ ഈ ചെറിയ ടിപ്പ് അവിടെയും ഇവിടെയും കണ്ടു കഴിഞ്ഞാൽ, റീൽസിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വലിയ ദുരിതങ്ങളുള്ളവർ അതിൻ്റെ പുറകെ പോകരുത്. അവർ കൃത്യമായിട്ട് പിന്നെ ഇതൊന്നും ഇപ്പോൾ ഉള്ള ആചാര്യന്മാർ എന്ന് പറയുമ്പം പ്രാണായാമവും ചക്രാസും ഇങ്ങനെ ഒരു ചെറിയ മന്ത്രോപാസനയും ഇന്ന മന്ത്രം ഉപയോഗിച്ച് ഉപാസനകളൊന്നും വലിയ ദുരിതങ്ങൾ തീരില്ല. മനസ്സമാധാനത്തിന് ഇതൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ കുടുംബം തകർച്ചയിലേക്ക് പോകുന്ന ഒരു ദുരിതമാണ് നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായും അതിന് അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ
കർമ്മിയെ കൊണ്ടുവന്ന് കർമ്മങ്ങൾ ചെയ്ത് ഈ ദുരിതങ്ങൾ ഒഴിവാക്കണം. അത് നമ്മൾ ഹൈന്ദവർ ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വരുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ആചാര്യന്മാരെ കണ്ടു, ആ ആചാര്യന്മാരൊന്നും ശരിയല്ല, നമ്മുടെ ദുരിതം മാറിയില്ല, ആചാര്യൻ കർമ്മം ചെയ്തു. ആചാര്യൻ്റെ കുറ്റമല്ല, നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന നിങ്ങളിലുള്ള ദുരിതം ആ പറയുന്ന ആചാര്യൻ ഉപാസിച്ചു വെച്ചിരിക്കുന്ന ഉപാസനാമൂർത്തിയെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അത് നമ്മൾ ചെല്ലുന്ന ആൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിനെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിക്കോ അദ്ദേഹത്തിൻ്റെ ഉപാസനാ ബലത്തിനോ ഈ മൂർത്തിയെ ആവാഹിച്ച് മാറ്റാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു ഇന്നെന്ന് പറയുമ്പോൾ കറക്റ്റ് അവധൂതന്മാരോ കൃത്യമായി സന്യാസിമാരോ ഒക്കെ വളരെ കുറവാണ്. കൃത്യമായി സന്യാസ സമ്പ്രദായം ആചരിക്കുന്ന കൃത്യമായിട്ടുള്ള അവധൂത ലക്ഷണമുള്ള ആൾക്കാർ വിചാരിച്ചാൽ നമുക്കൊരു നോട്ടം കൊണ്ടോ ഒരു നുള്ള് ഭസ്മം കൊണ്ടോ ഒരു കോയിൻ കൊണ്ടോ ഒരു ചെറിയ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ വലിയ ദുരിതങ്ങൾ വരെ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അതിന് തക്കതായിട്ടുള്ള ഇപ്പോൾ ഒരു നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ല എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു അവധൂതൻ അല്ലെങ്കിൽ അത്രത്തോളം നമ്മളെ നോക്കിയാൽ നമ്മുടെ ദുരിതം തീർക്കാൻ കഴിവുള്ള ഒരു അവധൂതൻ ഇന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പണ്ട് പൂന്തറ സ്വാമി പോലുള്ള ആൾക്കാരും തക്കല സ്വാമിയെ പോലുള്ള ആൾക്കാരും ഒക്കെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയുള്ള ഒരു ആചാര്യനില്ല. അപ്പോൾ ഒരു ആചാര്യൻ അവൻ മറ്റൊരാളുടെ ദുരിതം പിടിക്കണം അല്ലെങ്കിൽ ദുരിതം എടുക്കണമെങ്കിൽ ആ ആചാര്യന് കൃത്യമായി തപസ് വേണം, ജപം വേണം, ഉപാസന വേണം, അതിന് വേണ്ട ഒരുപാട് കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് തക്കതായ അതിന് യഥാർത്ഥത്തിൽ തന്നെ വലിയ സാമ്പത്തിക ചിലവാണ്. ഈ ചിലവുകളൊക്കെ ചെയ്ത് ഈ പൂജകൾ ചെയ്ത് തൻ്റെ ഉപാസനാ ശക്തി വർദ്ധിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ഉപാസകനെ കൊണ്ട് മാത്രമേ മറ്റുള്ളവരുടെ ദുരിതം എടുക്കാൻ പറ്റൂ. ഈ പൂജാ സിസ്റ്റവും നമ്മുടെ ഈ കർമ്മമണ്ഡലവും ഒക്കെ സൃഷ്ടിക്കുന്നത് ആ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്കുള്ള നെഗറ്റീവ് എനർജിയെ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ 50 ഇരട്ടി ഉയരത്തിൽ നിൽക്കുന്ന പോസിറ്റീവ് എനർജിയെ കൊണ്ട് ഇതിനെ മാറ്റിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് കളങ്ങൾ സൃഷ്ടിക്കുന്നത്, ഒരുപാട് വിളക്കുകൾ, സംവിധാനങ്ങൾ. അത് ഇതിനേക്കാൾ വലിയ ഒരു ഉപാസനാമൂർത്തിക്ക് വന്ന് സാന്നിധ്യമാവാൻ തക്കയുള്ള കളങ്ങളും സംവിധാനങ്ങളും രീതികളും നമ്മൾ സൃഷ്ടിച്ച ആ ദേവതയെ നമ്മൾ വിളിച്ചവിടേക്ക് കൊണ്ടുവരികയാണ്. ദേവതയെ വിളിച്ച് അവിടെ കൊണ്ടുവന്ന് ഇവിടെ നിൽക്കുന്ന ദുരിതത്തെ ആ ദേവതയെ കൊണ്ട് ഉച്ചാടിച്ച് മാറ്റിയതിന് ശേഷം ആ ദേവതയെ പൂജകൾ കൊടുത്ത് സന്തോഷിപ്പിച്ച് തിരിച്ചയക്കുന്നു എന്നുള്ള പ്രക്രിയയാണ് നടക്കുന്നത്. എന്താ പറയുക, ചെന്നാൽ ഉടനെ നോക്കിയാൽ അല്ലെങ്കിൽ അനുഗ്രഹിച്ചാൽ തീരുന്ന ഉപാസനാ ശക്തിയുള്ള ഒരു ആചാര്യൻ നമ്മുടെ ഈ ഭാഗത്ത് ഞാൻ കണ്ടതിൽ വളരെ കുറവാണ്. നമുക്കൊരു ദുരിതം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി ക്ഷേത്രങ്ങളെ ആശ്രയിച്ചിരിക്കണം. നമ്മൾ പിന്നെയും ക്ഷേത്രങ്ങളിൽ പോയിരിക്കണം, ക്ഷേത്രത്തിൽ പോയി തൊഴണം, അവിടെ അർച്ചനകൾ നടത്തണം. നമ്മുടെ ഈ ദുരിതം മാറാനുള്ള ഏറ്റവും നല്ല ഉപാസകനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പല ദേവതമാരോട് പ്രാർത്ഥിച്ച് ആരാധിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് ഇത് നടക്കുകയുള്ളൂ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഈ നമഃശിവായയുടെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു നിർത്തി. നമഃശിവായയുടെ പ്രാധാന്യം നമ്മൾ പിന്നെയും പറയുകയാണ്. പഞ്ചാക്ഷര പിരിവ് എന്ന് പറയുമ്പോൾ ആദ്യ ബൃഹത്താണ്. ശിവപഞ്ചാക്ഷരി പിരിക്കാൻ അറിയുന്നത് വളരെ വലിയ കാര്യമാണ്. പിരിച്ച് ഇതിനെക്കുറിച്ച് ഈ പഞ്ചാക്ഷരിയെക്കുറിച്ച് അറിയുന്ന ആചാര്യന്മാർ വളരെ കുറവാണ്. പഞ്ചാക്ഷരി പിരിവ് അറിയുന്ന ആചാര്യന്മാർ വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലെയുള്ള കർമ്മ പദ്ധതികൾ, ഇതുപോലെയുള്ള ദേവതാ പദ്ധതികൾ വളരെ ഗോപ്യമായിട്ട് ഇവിടെ കേരളത്തിലുണ്ട്. അപ്പോഴാണ് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാതെ ചില കാട്ടിക്കൂട്ടലുകൾ നടത്തി എന്തൊക്കെയോ ആണ് ചില ദേവതമാരെ കൊണ്ട് കഴിഞ്ഞാൽ സ്തംഭിപ്പിച്ച് കളയും, ആകാശത്തുനിന്ന് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആചാര്യന്മാർ ഇതുപോലെയുള്ള വളരെ ബൃഹത്തായ പദ്ധതികൾ പഠിച്ചിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മളിതുപോലെയുള്ള പറയുന്ന ആചാര്യന്മാരും പറയുന്ന ഗുരുക്കന്മാരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെക്കാൾ പഠിപ്പുള്ളവർ പുറത്തുണ്ടെന്നും ഇപ്പം നമ്മൾ ഹൈന്ദവ ആരാധന അല്ലെങ്കിൽ പുതിയ തലമുറയെ നമ്മൾ ചെറിയ ടിപ്പുകൾ കൊടുത്ത് അവരുടെ എന്ന് പറയുമ്പോൾ ക്യാൻസറിന് പാരസെറ്റമോൾ കൊടുത്ത് വഴി തെറ്റിക്കരുത്.